ഹേ ആൾ അലിബാബ ഹിയർ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഈ ഓറഞ്ച് ഡ്രസ്സ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഫാബ്രിക് എനിക്ക് കിട്ടിയത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓൺലി ബർത്തേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്നാണ്. അപ്പോൾ ഈ ഫാബ്രിക് പ്യുവർ കോട്ടൺ ആണ്, നല്ല കളേഴ്സുമാണ്, ഒരു നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഈ ഫാബ്രിക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. നമുക്കൊരു ബേസിക് ബോഡീസ് വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഷോൾഡറും ചെസ്റ്റും വേസ്റ്റും അളവെടുത്തിട്ട് അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് സ്ലീവിൻ്റെ കൈക്കുഴി വരച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ബോഡീസ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ ഫ്രണ്ടിലത്തെ ഷേപ്പാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഫ്രണ്ടിലത്തെ ബസ്റ്റിൻ്റെ രണ്ട് സൈഡിലേക്കും എത്ര വരുന്ന മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് നമ്മൾ ആ മാർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബസ്റ്റിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇത് ബസ്റ്റ് പോയിൻ്റ്, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന മെഷർമെൻ്റ് എടുത്തിട്ട് എനിക്ക് 13 കിട്ടിയത്. അപ്പോൾ ആ മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഈ 3 പോയിൻറ്റും കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ കേർവ് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. താഴത്തെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് മുട്ടിക്കും. അങ്ങനെ കേർവ് ചെയ്തെടുത്തിട്ടുള്ള ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് വേറൊരു എക്സ്ട്രാ റെക്ടാങ്കുലർ പീസ് വെച്ചിട്ട് നമ്മൾ പാറ്റേൺ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ആ ഭാഗത്തേക്ക് നമ്മൾ ആ ഫ്രില്ല് പോലെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് നമ്മൾ കേർവ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല ഭംഗിയിൽ ആ ഒരു ഷേപ്പിൽ കിട്ടും നമുക്ക്. ഇനി ഡാർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഡാർട്ട് ആഡ് ചെയ്യാനായിട്ട് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് സൈഡിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ആ പോയിൻ്റ് നമ്മൾ ചെസ്റ്റുമായിട്ട് യോജിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരും. ഇനി നമ്മൾ ഈ 1 ഇഞ്ച് ആഡ് ചെയ്തത് ഉള്ളിൽ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ ആ 1 ഇഞ്ച് നമ്മൾ കുറയ്ക്കാൻ പോവാണ്. അത് മാർക്ക് ചെയ്യാനായിട്ട് ബിറ്റ്വീൻ ബസ്റ്റിൻ്റെ, അതായത് ബസ്റ്റിൻ്റെ പോയിൻറ്റ്സ് തമ്മിലുള്ള അകലം നോക്കിയിട്ട് ആ വിഡ്ത്തിൽ തന്നെ താഴെ വേസ്റ്റിൻ്റെ അവിടെ നമ്മളൊരു പോയിൻ്റ് ഇടും. ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് അപ്പുറത്തേക്കും 1/2 ഇഞ്ച് ഇപ്പുറത്തേക്കും കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഡാർട്ട് ഉണ്ടാക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് സ്വീറ്റ് ഹാർട്ട് നെക്ക് ലൈനാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ബസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഹോളും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ ഔട്ടർ പോർഷൻ മാത്രം കട്ട് ചെയ്തു, ഉള്ളിലെ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ബാക്ക് ട്രേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ട്രേസ് ചെയ്യാണ്. ബാക്ക് പാറ്റേൺ വേണ്ട പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഔട്ടർ പോർഷൻ മാത്രം ജസ്റ്റ് ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള മോഡിഫിക്കേഷൻസ് നമ്മൾ അതെടുത്ത് മാറ്റിയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ ബാക്കിലെ ഡാർട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിലെ ഡാർട്ട് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ സെൻറ്റർ ഓൺ ഫോൾഡിൽ നിന്ന് ഒരു 3.5 ആണ് ഞാൻ യൂഷ്വലി എടുക്കാറ്. അങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് ഒരു 5 ഇഞ്ച് ഹൈറ്റിലാണ് നമ്മൾ ഡോട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മുകളിലേക്ക് ലൈക്ക് ഡാർട്ട് വരയ്ക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ ഇപ്പോൾ ഈ റെക്ടാങ്കുലർ ഷേപ്പ് കാണുന്നത് സിബിനുള്ള എക്സ്ട്രാ പോർഷനാണ്. അങ്ങനെ അതൊരു 1/2 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ബാക്ക് നെക്ക് നമുക്ക് കേർവ്ഡ് വീവ് വേണ്ട കാരണം കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അത് കേർവ് ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്ക് എന്തോ നെക്ക് കുറച്ചും കൂടി താഴത്തേക്ക് വേണം എന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് കുറച്ചും കൂടി താഴത്തേക്ക് ഇറക്കി അത് കേർവ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ബാക്ക് പാറ്റേൺ വരുന്നത്. ഈ റെക്ടാങ്കുലർ പീസാണ് നമ്മുടെ ഫ്രണ്ടിലെ ഗ്യാദേഴ്സ് വരുന്നത്, യോക്ക് പോർഷനിൽ. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്വീറ്റ് ഹാർട്ട് നെക്കിൻ്റെ സൈഡിൽ നിന്നുള്ള സ്റ്റാർട്ടിങ് തൊട്ട് ബസ്റ്റിൻ്റെ ബിലോ ബസ്റ്റിൻ്റെ ലെങ്താണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പാറ്റേൺ.
അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് നോക്കാം. ഞാൻ സ്റ്റിച്ചിങ് ഡ്രസ്സിൻ്റെ ഫുള്ള് ചെയ്തിട്ടില്ല. ഈ ടോപ്പ് പോർഷൻ ഇത്രയും ഭാഗമാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. അത് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. ബാക്കി സിമ്പിളാണ്. പിന്നെ ഇത് എൻ്റെ ചേച്ചി ഉണ്ടാക്കി തന്ന കമ്മലാണ്. ഇങ്ങനെയുണ്ടെന്ന് പറയൂ ഗൈസ്. ആദ്യം ഫാബ്രിക് നമ്മൾ അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ പാറ്റേൺ ഫാബ്രിക്കിൽ വെച്ചിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ റെക്റ്റാങ്കുലർ പോർഷനാണ് നമ്മുടെ ചെസ്റ്റ് വരുന്നത്. അതിന് നമ്മൾ മെയിൻ ഫാബ്രിക്കിലും ലൈനിങ്ങിലും കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് ഭാഗവും കൂട്ടി യോജിപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലെ സ്റ്റിച്ച് നമ്മൾ വിടുവിച്ചു. കാരണം അതിൽ കൂടെ കോഡ് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മളത് വിടുവിച്ചു രണ്ട് ഭാഗത്തും. എന്നിട്ട് നമ്മൾ നല്ല ഭാഗം പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഈ സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് പോയി. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ കോഡ് 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അതായത് 2 കോഡ് പോകാൻ വേണ്ടിയിട്ടുള്ള 3 സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ആ സ്റ്റിച്ച് വരിക. എന്നിട്ട് നമ്മൾ കോഡിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഫാബ്രിക് കട്ട് ചെയ്യാണ്. ഈ ഫാബ്രിക് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കഴിഞ്ഞാൽ കോഡ് റെഡിയായി. ഞാനൊരു സൂചി വെച്ചിട്ടാണ് ആ കോഡ് ഉള്ളിലേക്ക് കയറ്റണത്. അതാണ് കുറച്ചും കൂടി എളുപ്പം എനിക്ക്. എൻ്റെ കയ്യിൽ വേറെ ടൂൾസ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ആ കോഡ് കയറ്റി അപ്പുറത്തെ കോഡ് എടുത്തു. അങ്ങനെ അപ്പുറത്തെ കോഡ് എടുത്തു കഴിയുമ്പോൾ നമുക്കിങ്ങനെയാണ് കിട്ടുക. ചെസ്റ്റിൻ്റെ ബോട്ടം പോർഷനാണിത്. അപ്പോൾ അത് മെയിൻ ഫാബ്രിക് രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൽ ഡാർട്ടും ഇട്ട് കൊടുക്കുക. കാരണം ഇത് ഞാൻ 2 പീസായിട്ടാണ് എടുത്തേക്കുന്നത്. സെൻറ്ററിലും അതിനൊരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്. എന്നിട്ട് ആ ഡാർട്ട് വരുന്ന പാർട്ട് നമ്മുടെ ആദ്യം വെച്ച റെക്റ്റാങ്കുലർ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് ഡാർട്ട് ടു റൈറ്റ് ഡാർട്ട് നമ്മൾ ജോയിൻ ചെയ്യില്ല. സോ അത്രയും ഭാഗം വിട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ മാർക്ക് ചെയ്ത പാർട്ടിൽ കൂടെ നമ്മൾ ഇത് രണ്ടും കൂടി അഡ്ജോയിൻ ചെയ്യും. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻ നമ്മൾ ബാക്കിൽ നിന്ന് കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ കിട്ടിയ ഭാഗം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ്ങും കൂടി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് പോണ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു.